സങ്കീർത്തനം 19. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്കു വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്നു നിർമ്മിച്ചിരിക്കുന്നു, മണവറയിൽ നിന്നു മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു. അവൻ്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല, കഴിയുകയില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു, മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു. അവൻ്റെ
ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല, കഴിയുകയില്ല. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. കർത്താവിൻ്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണവ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണത്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണവ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമാണത്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഭക്തി നിർമ്മലമാണത്, എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണവ, തികച്ചും നീതിപൂർണമാണവ. പൊന്നിനെയും തങ്കത്തെയും കാളഭികാമ്യമാണവ, തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണവ. തന്നെയാണി ദാസനെ പ്രബോധിപ്പിക്കുന്നത്. ദൈവഭക്തി നിർമ്മലമാണത്, എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണവ, തികച്ചും നീതിപൂർണമാണവ. പൊന്നിനെയും തങ്കത്തെയും കാളഭികാമ്യമാണവ, തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണവ. തന്നെയാണി ദാസരെ പ്രബോധിപ്പിക്കുന്നത്.
പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നില്ലാധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാപരാധങ്ങളിൽ നിന്നു ഞാൻ വിമുക്തനായിരിക്കും. എന്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ സങ്കീർത്തനം എവിടെയെങ്കിലും കേട്ട് പരിചയം തോന്നുന്നുണ്ടോ? എവിടെയാ ഞാൻ പാടിയത്? കുർബാനയിൽ ഈ സങ്കീർത്തനം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ട്യൂൺ ഇതല്ല എന്നുള്ളൂ. എന്താണ്, എവിടെയാ കുർബാനയിൽ ഈ സങ്കീർത്തനം? എവിടെയാ കുർബാനയിൽ എവിടെ പാടാറ്? പ്രകീർത്തനം. ചങ്ങനാശ്ശേരിക്കാരാണ്, അപ്പോൾ തെറ്റുപറ്റാൻ വഴിയില്ല. പ്രകീർത്തനം എന്ന് പറയുമ്പോൾ അത് തന്നെയാ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകളോടവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഈ പ്രകീർത്തനം? എന്തിനാണ് ഈ പ്രകീർത്തനം പാടുന്നത്? ദൈവമഹത്വത്തെ. ആരാണ് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അമ്പരമനവരതം. ആരാണ് പ്രകീർത്തനം പാടണേ? ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും പ്രകീർത്തിക്കുകയാണ്. ആരെല്ലാം? അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഇനി നമ്പർ 2 എങ്ങനെയാ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനമവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കീർത്തനം ദൈവവചന വായിക്കുന്നതിന് മുമ്പ്, വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പ് പാടുന്നത്? ദൈവവചനം പ്രഘോഷിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു സങ്കീർത്തനം എന്തിനാ പാടുന്നേ? ഒന്ന് ചിന്തിച്ചേ. കുർബാനയിൽ വചനപ്രഘോഷണത്തിന് ഒരുക്കമായിട്ടുള്ള പ്രകീർത്തനമാണത്. നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ ചില പ്രത്യേകതകളാണിതെല്ലാം. കുർബാനയിൽ പല പ്രാവശ്യം പറയുന്നു, വചനമാകുന്ന ദൈവത്തെ നമ്മൾ വാഴ്ത്തുന്നു. അപ്പോൾ ആ വചനമാകുന്ന ദൈവം ഈ പ്രകൃതിയും ഈ ആകാശവും ഈ വാനവിധാനങ്ങളും ഈ തെങ്ങും ഈ കവുങ്ങും കണ്ടോ, ഇത് ആ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ കർത്താവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആടി 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 അല്ലേ? എന്തുകൊണ്ടാണ്? തൻകരവിരുതല്ലോ
വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ആർഘോഷിക്കുന്നു? ഈ വാനവിധാനങ്ങളും ഈ പ്രകൃതി മുഴുവനും എന്തുദ്ഘോഷിക്കുന്നു? ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരവിരുത്. ദൈവത്തിൻ്റെ കരവിരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടി പ്രവർത്തനം. എങ്ങനെയാണ് ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ചത്? വചനത്താൽ. കേട്ടോ, ആ വചനത്തിൽ ദൈവം വചനത്താൽ സകലതും സൃഷ്ടിച്ചു. ഈ തെങ്ങും കവുങ്ങും പൂക്കളും ഈ പ്രപഞ്ചം മുഴുവനും ഈ വാനവിധാനങ്ങളും ഈ ആകാശവും ഈ കാർമേഘവും ഈ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഇവയെല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചത് തൻകരവിരുതല്ലോ. വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ആ വചനമാണ് ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിലും അതുപോലെയുള്ള പുതിയ ഒരു സൃഷ്ടികർമ്മം ഈ വചനത്തിന് നടത്താൻ സാധിക്കും എന്ന് ബോധ്യം ലഭിക്കണം. അതിനാണ് വചനം വായിക്കുന്നതിന് മുമ്പ് പ്രകീർത്തനം. ഇപ്പം കേൾക്കണല്ലേ? ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള പ്രകീർത്തനം കേൾക്കേണ്ടതാ. ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള പ്രകീർത്തനത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ്: നിഴലാം നിയമം വിട്ട് നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. എല്ലാവരും ഒന്ന് പാടാമോ? നിഴലാം നിയമം വിട്ട് നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശാവൂലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാൻ. ശാവോലന്നാൾ യൂദൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഇതൊക്കെ നമ്മുടെ കുർബാനയിലുള്ളതാ. പക്ഷേ നമ്മളിതൊന്നും പാടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് എല്ലാം വെട്ടിക്കുറച്ച് നമ്മളങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഒരു സൂത്രത്തിലൂടെ. കർത്താവ് കരുണയാണ്. അതുകൊണ്ട് ഇതേം പാടിയില്ലെങ്കിലും ഇപ്പോൾ ഉള്ള കുർബാനയിൽ പകുതി കുർബാന ആയാലും കർത്താവ് മുഴുവനായിട്ട് അവിടെ വരട്ടെ. അതാണ് കർത്താവ് കരുണയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം. എങ്ങനെ കുർബാന ചൊല്ലിയാലും കർത്താവ് അവിടെ വരും. എന്നിരുന്നാലും അതൊരു വിരുന്നാണ്, ഒരു വലിയ ആഘോഷമാണ്. നമ്മൾ ആഘോഷത്തിന് പോകുമ്പോൾ കള്ളിമുണ്ട് എടുത്തുകൊണ്ട് പോകാറുണ്ടോ? കള്ളിമുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ലൂങ്കി എടുത്തുകൊണ്ട് പോകാറുണ്ടോ? നമ്മൾ വിവാഹ വസ്ത്രം, നമ്മൾ ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്. അതാണ് ഈ കന്യാസ്ത്രീമാർ സാധാരണ സമയത്ത് ഒരു ഹാബിറ്റാണെങ്കിലും കുർബാന എന്ന് പറയുമ്പോൾ അവരുടനെ അത് മാറ്റി വേറെ വെള്ള വസ്ത്രം, അച്ഛനാണെങ്കിൽ വസ്ത്രം എന്ന് പറഞ്ഞ മാതിരി നമുക്കൊക്കെ നല്ല വസ്ത്രം അണിയാം. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൻ്റെ ആ ആഘോഷത്തിൻ്റെ ഒരു സോളമിനിറ്റിയിൽ എല്ലാം ക്രമീകരിക്കപ്പെടണം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഉദിക്കുന്ന ആശയം അറിവ് പകരണു, വെളിച്ചം പകരണു എന്നുള്ളതാണ്. ഇനി ഈ സങ്കീർത്തനം ആ കരവിരുത് എന്ന് പറയണതിലൂടെ ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, സിംബോളിസം, പ്രതീകങ്ങളാണ്. കരവിരുത്,
ആ കരവിരുതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വചനത്താലാണ് കർത്താവ് സകലതും സൃഷ്ടിച്ചത്. ആ വചനം ആരാ? കർത്താവ് ഈശോ മിശിഹായാണ്. കണ്ടോ, ഇപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ഈശോ ഉണ്ടോ? ഈ 19-ാം സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം ആരെക്കുറിച്ചാണ്? കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചാണ്. കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചാണ്. ഒന്ന് കൈവീശി കാണിച്ച്. ഇപ്പം പ്രാതൽ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. ഇപ്പം ഇച്ചിരി നേരം ഒന്ന് മയങ്ങാണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ഉറക്കം വരുന്നത്. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടും പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങേണ്ട സമയത്ത് അപ്പോഴും ഉറക്കം വരും. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ, ഉറങ്ങിക്കോ. കുറച്ച് വിശ്രമം നമുക്ക് ആവശ്യമാണ്. വചനം കേട്ട് തൻകരവിരുതല്ലോ ഈ ഉറങ്ങുന്ന ആളുകൾ വാഴ്ത്തി പാടുന്നു ഉറക്കത്തിൽ. ഓക്കെ, ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ ആ വിസ്മയാവഹമായ കാര്യത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഒന്ന് ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ എന്നിൽ കത്തി പടരണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. പാട്ടുകടലാസിലെ 1-ാമത്തെ ഗാനം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. ജ്ഞാനം പകരണമേ. ജ്ഞാനം പകരണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള തെറ്റായ ബോധ്യങ്ങൾ അകറ്റണമേ. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. പൂർണ്ണമായ